കളക്ടർ ബ്രോ എന്ന് താങ്കളെ വിളിച്ചതിന് ശേഷമാണ് പല കളക്ടർമാരും ഫേസ്ബുക്കിലൂടെയൊക്കെ ആളുകളുമായി അല്ലെങ്കിൽ കുട്ടികളുമായൊക്കെ ഈ അവധി വരുമ്പോഴൊക്കെ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ ഈ ഒരാൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്കും തുടങ്ങാം എന്നുള്ളൊരു മാറ്റം അവിടെ വന്നു തുടങ്ങി എന്നുള്ളതാണ്. വിവാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, കാരണം വിവാദങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. താങ്കളുടെ ഭാഗത്ത് എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് താങ്കളെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന ഓരോ ചാനലിൻ്റെയും താഴത്തെ കമൻറ്റുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും താങ്കളുടെ ഭാഗത്തെ ശരി എത്രയാണെന്നുള്ളത്. ഇത്രയധികം ആളുകൾ ഒരു നെഗറ്റീവ് പോലും ഇടാതെ, എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല കമൻറ്റ് കിട്ടി അവാർഡ് കൊടുക്കണമെങ്കിൽ അത് താങ്കൾക്കായിരിക്കണം ഈ വർഷം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രത്തോളം വീഡിയോകൾ ഞാൻ ഇന്നലെ താങ്കളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോഴത്തെ തലമുറയ്ക്ക് IAS IPS വലിയ സാധ്യതയുള്ള മേഖല ആണെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് +2 കഴിയുക, യൂറോപ്യൻ രാജ്യങ്ങളിൽ സെറ്റിൽ ആവുക, അല്ലെങ്കിൽ ഡിഗ്രി കഴിയുക, യൂറോപ്യൻ രാജ്യങ്ങളിൽ സെറ്റിൽ ആവുക, ഇനി ഏറ്റവും കുറഞ്ഞതൊരു നേഴ്സിനെ കല്യാണം കഴിച്ച് കാനഡയിലോ UK പോയി സെറ്റിൽ ആവുക. ഇതാണ് അവരുടെയൊക്കെ താല്പര്യം. കാരണം ഇന്ത്യയുടെ ഒരു ജീവിത നിലവാരം അല്ലെങ്കിൽ ജോലി സാധ്യത എത്രയാണെന്ന് അവർക്കറിയാം എന്നുള്ളത് കൊണ്ടാണ്. ഇതിലേക്ക് കടന്നു വരുന്ന കുട്ടികളോട്, ഇനി ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട്, ഇപ്പോൾ അവർക്ക് തന്നെ താങ്കളുടെ ഒരു ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ താങ്കൾക്ക് കിട്ടിയ ഈ സസ്പെൻഷനിൽ നിന്ന് അവർക്ക് മനസ്സിലാകുന്നത് ഭരണകൂടത്തിൻ്റെ അടിമകളായി നിൽക്കേണ്ടവരാണ് കളക്ടർമാർ, അല്ലെങ്കിൽ ഈ വകുപ്പിൽ ജോലി ചെയ്യുന്നവർ. അവർ എന്ത് ചൂണ്ടിക്കാണിക്കുന്നു അവിടെ ഒപ്പിട്ട് കൊടുക്കുക, അവരെന്ത് അനീതി കാണിക്കുന്നു അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് സർവീസ് തികയ്ക്കാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു തലമുറ, അവർ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവും പ്രശാന്ത് IAS എന്ന് പറയുന്ന ഒരു കളക്ടർ എന്തിനാണ് സസ്പെൻഷൻ ആയതെന്ന് മനസ്സിലാക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ വിചാരിക്കും, എന്തിനാ ഈ ഭരണകൂടത്തിൻ്റെ അടിമകളായിട്ട് ഞങ്ങൾ നിൽക്കുന്നത്? മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ നമുക്ക് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് വന്നു പറയുമ്പോൾ ഇങ്ങോട്ട് വരണം, അങ്ങോട്ട് പോകുന്നു പറയുമ്പോൾ അങ്ങോട്ട് പോകണം. ഇതിനെക്കാട്ടിലും നല്ലത് വല്ല വിദേശ രാജ്യത്തൊക്കെ പോയി സെറ്റിൽ ആകുന്നതല്ലേ എന്ന്. പക്ഷേ അങ്ങനെ അല്ല, നമുക്കും പ്രശാന്തിൻ ബ്രോയെ പോലെ ആകണം, അല്ലെങ്കിൽ പ്രശാന്ത് എന്ന് പറയുന്ന IPS ഓഫീസറെ പോലെ ആകണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരോട് പറയാനുള്ളത് എന്താണ്? വ്യക്തി സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല, അടിമയെ പോലെ ജോലി ചെയ്യുന്നെങ്കിൽ വന്നോളൂ എന്നുള്ളതാണോ? അങ്ങനെ അല്ല എന്നല്ലേ ഞാൻ പറയുന്നത്. അതായത് സിവിൽ സർവീസിനകത്ത് കയറിയാൽ അടിമയെ പോലെ ജീവിക്കണം എന്നുള്ളത് ഒരുപക്ഷെ അങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ കാണുമായിരിക്കും. പ്രത്യേകിച്ചും വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരും വിരമിച്ചവരുടെ അവരുടെയൊക്കെ പലരുടെയും കാഴ്ചപ്പാട് ഇങ്ങനെ തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ശീലിച്ചത് കൊണ്ട് മാത്രമാണ്. നിയമം അങ്ങനെയൊന്നുമല്ല, ഭരണഘടന അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ റൂൾസിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സ്വാതന്ത്ര്യമൊക്കെ ഇതിനകത്തുണ്ട്. രണ്ടാമത്, നമ്മളെയൊക്കെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഒന്ന് ശിക്ഷാ നടപടിയോ അല്ലെങ്കിൽ മറ്റോ എന്ത് വേണമെങ്കിലും പ്രസിഡന്റ് വരെ പോകണം, UPSCയുടെ അനുമതി വേണം, അങ്ങനെ 100 കാര്യങ്ങളുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് സുരക്ഷയാണ് വേണ്ടത്? ഞാൻ പറയാം, ഇപ്പോൾ സാധാരണ ഒരു വില്ലേജ് ഓഫീസർ, അല്ലെങ്കിൽ ഒരു കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഒരു ടീച്ചർ, ഒരു ഡോക്ടർ, ഇവരൊക്കെ ജോലി ചെയ്യുന്നത് ഇത്ര പോലും സുരക്ഷയൊന്നും ഇല്ലാതെയാണ്. അവർക്കില്ലാത്ത എന്താ പറയുക, എന്ത് പ്രശ്നമാണ് നമുക്കുള്ളത്? ഞാൻ പറയുക, ഇത്രയും സുരക്ഷയും ഇതൊക്കെ തന്നതിന് ശേഷം മര്യാദയ്ക്ക് നട്ടല് നിവർത്തി എന്ന് അവനവൻ്റെ അഭിപ്രായം ഫയലിൽ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ ഒച്ചമ്പളം ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ഞാനിപ്പോൾ പബ്ലിക് ഡൊമൈനിൽ സംസാരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ വിവാദം മുഴുവനും ഡോക്ടർ ജയതിലകും ഗോപാലകൃഷ്ണനും കൂടെ മാതൃഭൂമി എന്ന് പറഞ്ഞൊരു പത്രം വഴി പൊതുജന മധ്യത്തിലിട്ടിട്ട് അലക്കിയത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വന്ന് സംസാരിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇതേ വിഷയങ്ങൾ ഫയലിൽ കൈകാര്യം ചെയ്യാൻ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പറയാനും സ്വാതന്ത്ര്യമുണ്ട്, ഫയലിൽ എഴുതാനുണ്ട്, എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ 10-18 വർഷമായി ഗവൺമെൻറ്റിനകത്ത്, എന്നെ ആരും തൂക്കിക്കൊന്നിട്ടൊന്നുമില്ല. ഇതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ദോഷമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സസ്പെൻഷൻ എന്നൊക്കെ പറയുന്നത് നമ്മളതിനെ കാണേണ്ടത് ഒരു ലൈഫിൽ വരുന്ന വൺ ഓഫ് ദ ഈവൻറ്റ്സ്, അത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് എന്താണ് നമ്മളങ്ങ് ഇല്ലാതായി പോകും. ഇനിയും 10-15 വർഷം സർവീസ് ബാക്കി കിടപ്പുണ്ട്. ഇതെല്ലാം ക്ലിയർ ആവാനും ഇതിനൊക്കെ സമയവും സാഹചര്യവും ഉണ്ട്. അതുകൊണ്ട് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇതൊന്നും കണ്ടിട്ട് സിവിൽ സർവീസ് എഴുതുന്നവർ വറിയിടാവേണ്ട കാര്യമില്ല. ഇത്രയും രസകരമായിട്ടുള്ളൊരു സർവീസ് വേറെ ഇല്ല, ഇത്രയും രസകരമായിട്ടുള്ളൊരു ക്യാൻവസും കിട്ടത്തില്ല. കാരണം പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ വോളിയത്തിന് പരിമിതിയുണ്ട്. ഇത് വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം വലിയെന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുടെ ജീവിതത്തെ സ്പർശിക്കാൻ പറ്റുന്ന, പോസിറ്റീവ്ലി സ്പർശിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോൾ SC ST വകുപ്പിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ സ്കോളർഷിപ്പുകൾ റീഡിസൈൻ ചെയ്തത്.
310 നമ്മളിപ്പോൾ വിദേശത്ത് പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ട് പറയാം, എല്ലാ വർഷവും 310 കുട്ടികളെ വിദേശത്ത് മുഴുവൻ ചെലവെടുത്തുകൊണ്ട് ഇത് സ്കോളർഷിപ്പ് കൊടുത്ത് 25 ലക്ഷം രൂപ വീതം കൊടുത്ത് പുറത്ത് പഠിക്കാൻ അവസരം കൊടുക്കുന്ന ഒരു സ്കീം നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഒഡപ്പെക്കുമായിട്ട് ചേർന്ന് കൗൺസിലിംഗ് കൊടുത്ത് ഏറ്റവും നല്ല കോളേജുകൾ, ടോപ്പ് 500 വരുന്ന കോളേജുകളിൽ അയക്കാനും അവിടെ എത്തുമ്പോൾ തൊട്ട് അവരെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് തൊട്ട് അവർക്ക് ലീഗൽ അഡ്വൈസ്, ലീഗൽ സപ്പോർട്ട്, മെഡിക്കൽ ഇൻഷുറൻസ് ഇതെല്ലാം കൊടുത്ത് സേഫായിട്ട്, അല്ലാതെ സ്വകാര്യ ഏജൻസികൾ ഇവിടെ നിന്ന് എടുത്ത് ചുമ്മാ അവിടെ കൊണ്ട് തട്ടുന്ന അങ്ങനത്തെ പരിപാടികൾ ഒഡപ്പെക്ക് സർക്കാർ സ്ഥാപനമായിട്ട് ചേർന്നുണ്ട്. ഇത്തരം സ്കീമുകൾ ഡിസൈൻ ഇതെല്ലാം വേറെ എവിടെ പറ്റും? 310 കുട്ടികൾ എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ എത്ര കുടുംബങ്ങളാണ്? അതിൽ കുറേ പേര് അവിടെ സെറ്റിലായി എത്ര NRIs അതെന്ന് വരുന്ന അവരുടെ അത് ഒരു ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് അതിനകത്തുണ്ട്. ഇത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു എന്ത് പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ കൃഷിയിൽ, ഇപ്പോൾ ജസ്റ്റ് കൃഷിയിലായിരുന്നല്ലോ, അപ്പോൾ അവിടെ 1 ലക്ഷം ഹെക്ടർ തരിശായി കിടക്കുന്ന ഭൂമി മുഴുവനും ഏറ്റെടുത്ത് യുവാക്കളും യുവതികളുമായിട്ടുള്ള കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരെ ഇപ്പുറത്തെ സൈഡിലും എടുത്ത് ഭയങ്കര ലാഭമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ ഹോർട്ടിക്കൾച്ചറിനകത്ത് പീപ്പിൾ മേക്ക് ക്രോർസ്, ശരിക്കും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന. അപ്പോൾ അതിനുള്ള സാങ്കേതിക വിദ്യയും സപ്പോർട്ടും ഒക്കെ കൊടുത്തിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നവോത്ഥാനം എന്ന് പറഞ്ഞൊരു സ്കീം ഡിസൈൻ ചെയ്യാൻ പറ്റി. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ്റിലാണെന്ന്. അതുകൊണ്ട് നിരാശയും ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം പിന്നെ പ്രൈവറ്റിലാണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെ പ്രശ്നങ്ങളില്ലാത്തതാണ്. എല്ലാ കരിയറിനകത്തും പ്രശ്നങ്ങളും ഫൈറ്റും ഇഷ്യൂസും ഒക്കെ ഉണ്ടാവും. നമ്മളതിനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇരിക്കും. ഇതും അത്രയ്ക്കേ ഉള്ളൂ. ഇത് തലപോകുന്ന ഒന്നുമല്ല. ഇത് വലിയ സംഭവമായിട്ട് ചിലപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നുമായിരിക്കും, യഥാർത്ഥത്തിൽ അത്രയ്ക്കൊന്നുമില്ല. ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പോലും എന്താണ്, എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഒരു സസ്പെൻഷനൊക്കെ ആവശ്യമാണ്. സത്യത്തിൽ കാരണം എന്താണെന്ന് അറിയാം, നമ്മുടെ ജോലി ചെയ്യുന്ന രീതി വെച്ചിട്ട് വളരെ ഹെക്റ്റിക്കാണ്. ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഒരു പ്രോജക്റ്റൊക്കെ ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഫിനിഷ് ചെയ്യുന്നവർ ചിലപ്പോൾ രാത്രിയൊക്കെ നമ്മൾ കുടുംബം ഇതൊക്കെ എഫക്റ്റഡ് ആവുന്ന രീതിയിൽ ഞാൻ വല്ലാതെ ട്രാവൽ ചെയ്യും. ഇപ്പോൾ ക്യാംകോൻ്റെ ചാർജ് എടുത്ത സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, വളരെ ഗുരുതരാവസ്ഥയിലുള്ളൊരു കമ്പനിയായിരുന്നു. അപ്പോൾ പൂട്ടിപ്പോകുന്നൊരു അവസ്ഥ. 71 കോടി നമുക്ക് ഡീലേഴ്സിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നു. 52 കോടി എനിക്ക് സപ്ലൈസിന് കൊടുക്കാനും ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഈ കൊടുത്ത ഡീലേഴ്സിൽ നിന്ന് ഒരു തുണ്ട് കടലാസ് പോലും ഇല്ല നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് പൈസ വസൂലാക്കാനാണ്. അപ്പം ഇത് എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഉടനെ നമ്മൾ എന്താ പറയുക, ഒരു ക്രെഡിറ്റ് പോളിസി ഉണ്ടാക്കി അവർക്ക് ഇൻസെൻറ്റിവൈസ് ചെയ്തിട്ട് പെട്ടെന്ന് സെറ്റിൽ ചെയ്യുന്നവർക്ക് കൂടുതൽ ആനുകൂല്യം അങ്ങനെയൊക്കെ സ്ട്രക്ചർ ചെയ്ത് ഒരു 2 മാസത്തിനുള്ളിൽ ഏതാണ്ട് ബൾക്ക് എമൗണ്ട് കിട്ടുകയും ഇതിനകത്ത് കിട്ടുന്നൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇത് ചുമ്മാ നടക്കില്ല. വലിയ പ്രോജക്ട്സുകൾ നബാർഡിൽ നിന്ന് പാസ്സാക്കി കൊണ്ടുവരാൻ നോക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ എവ്രി ഡേ യു ഗെറ്റ് സോ എക്സൈറ്റഡ്. നമുക്കൊരു സ്പിരിറ്റ് കയറും. ഇതിന് സമയം വേണം. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും വീട്ടിൽ ചിലപ്പോൾ നമ്മൾ സമയം കൊടുക്കുന്നത് കുറഞ്ഞു പോകാം. ഡൈനാമിക്കാണ്. ഐ ട്രൈ ടു കീപ്പ് എ ബാലൻസ്. പക്ഷേ എപ്പോഴും സാധിക്കില്ല. ഇതുപോലത്തെ ഒരു ക്രൈസിസ് സാധനം വരുമ്പോൾ നമ്മൾ ക്രൈസിസിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തല്ലേ പറ്റുള്ളൂ. പക്ഷേ ഇതുപോലൊരു സസ്പെൻഷനൊക്കെ ഇടയ്ക്ക് കിട്ടിയുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് വലിയൊരു ആശ്വാസവും സമാധാനവും ഒക്കെയാണ്. നമുക്കും അതെ. കാരണം ടെക്നിക്കലി ഒന്ന് നോക്കൂ, ഞാൻ ഇപ്പോൾ ലീവ് എടുക്കുകയാണെങ്കിൽ എൻ്റെ ലീവ് അത്രയും പോയി വിത്തൗട്ട് അലവൻസ് ആയിട്ട്. ഇതെന്താണ് സസ്പെൻഷൻ അല്ലേ? ഇതിനകത്ത് ന്യായമായിട്ട് അൾട്ടിമേറ്റ്ലി തീരുമാനം ഉണ്ടാവുമെന്ന് നമുക്കറിയാം. എന്തായാലും ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി, കാരണം നിയമം, ഭരണഘടന ഇതൊക്കെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ എന്തായാലും കറക്റ്റായിട്ടുള്ള തീരുമാനം ഫൈനലി വരും. അപ്പോൾ ഈ ശമ്പളമൊക്കെ കിട്ടില്ലേ? ഞാൻ പറഞ്ഞത് ഒരു സിവിൽ സർവീസിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാണ്. കാരണം ഇതൊന്നും കണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് പാർട്ട് ഓഫ് ലൈഫ് എന്ന് മാത്രമേ കാണാനുള്ളൂ. സാറ്റിസ്ഫൈങ് കരിയറാണിത്. ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ചുറ്റുപാടുള്ളവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കാരണമായിട്ട് നിൽക്കാൻ പറ്റും. അതും വലിയ വോളിയത്തിൽ, വലിയ സ്കെയിലിൽ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു അവസരം കിട്ടും ചെറിയ പ്രായത്തിൽ തന്നെ. ഒരു കാര്യം കൂടെ നേരിട്ട് തന്നെ അങ്ങ് ചോദിക്കാം, വളച്ചു കെട്ടലില്ലാതെ. പ്രശാന്ത് IAS ഒരു സംഖ്യയാണോ? ഇത് എനിക്ക് തോന്നുന്നു, ഞാൻ സർവീസിൽ ജോയിൻ ചെയ്ത സമയത്തും ഞാൻ അന്ന് ലോ കോളേജിൽ പഠിച്ച് അങ്ങനെയാണ് സിവിൽ സർവീസിൽ വരുന്നത്. അപ്പോൾ അന്ന് അവിടെ SFIയുടെ ക്ലാസ് റെപ്പൊക്കെ ആയിട്ട് ജയിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അന്ന് ഞാൻ കമ്മിയാണ്. അങ്ങനെ ഇരിക്കെ ഈ കമ്മി എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ കളക്ടർമാർ ഉപയോഗിക്കുമല്ലേ? ഇത് നമ്മളെ ഇത് മാധ്യമങ്ങൾക്ക് മാത്രം ചാർത്തി കിട്ടിയ ഒരു സ്ഥാനമാണ്. ഇത് ജനകീയമായിട്ടുള്ള വാക്കുകളല്ലേ, ഇതൊക്കെ ഫാക്റ്റ് അല്ലേ. അപ്പം അന്ന്
ഞാൻ കമ്മി പദം അലങ്കരിച്ചതാണ്. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം ഹോം മിനിസ്റ്ററായി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യണം, വളരെ എന്താ പറയുക പ്രൊഫഷണലായിട്ട് അത് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് അദ്ദേഹം ഒരു IAS ഓഫീസറെ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് ആക്ച്വലി കളക്ടറായിട്ട് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു വർഷത്തേക്ക് നിന്ന് ആ ഓഫീസ് സെറ്റ് ചെയ്യാം. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൽ എല്ലാ മിനിസ്റ്റേഴ്സിൻ്റെയും PSകളെല്ലാം IAS ഓഫീസേഴ്സാണ്. ആ റേഞ്ചിൽ വേണം എന്ന് ഇദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിട്ട് അങ്ങനെ ഫൈനലി ഞാൻ അവിടെ. അപ്പോൾ അന്ന് ഞാൻ അവിടെ PS ആയിട്ട് ജോയിൻ ചെയ്ത് ഒരു വർഷത്തോളം അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓഫീസൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അവിടെ എടുക്കുമ്പോൾ അന്ന് ഞാൻ കണ്ണൂരുകാരനാണ്, തലശ്ശേരിക്കാരനാണ്. അപ്പോൾ അന്ന് ഇന്നത്തെ CMൻ്റെ പേര് ചേർത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആളാണ്, പിണറായിയുടെ ആളെ എടുത്ത് ഇദ്ദേഹം PS ആയി വെച്ചു എന്നവന് അവിടെ അങ്ങനെ കുറേ വാർത്തകളും സാധനമൊക്കെ വന്നു. അപ്പോഴേക്ക് അത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് പിന്നെ കോൺഗ്രസ്സുകാരനായി. ഞാൻ കോഴിക്കോട് കളക്ടറായിട്ട് ചാർജ് എടുത്തു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ DCC പ്രസിഡന്റ് KC അബുവായിട്ട് അഭിപ്രായ വ്യത്യാസമാണ്, ഒഫീഷ്യൽ കാര്യങ്ങളിലാണ്. അദ്ദേഹം പബ്ലിക്കലി എന്നെ വിമർശിച്ചതോടെ അപ്പോൾ ഞാൻ വീണ്ടും കമ്മിയായി മാറി. അങ്ങനെ ആയിരിക്കും പിന്നെ വീണ്ടും MK രാഘവൻ MP ആയിട്ട് പ്രശ്നമുണ്ട്, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അതോടെ ഞാൻ വീണ്ടും കടുത്ത കമ്മിയായി. കാരണം അത് ആ ഇലക്ഷനോടായിട്ട് ചേർന്നിട്ടുള്ള സമയം കൂടായിരുന്നു. ഇതിങ്ങനെ മാറി ആ സമയത്ത് ഇത് എന്താ പറയുക, ഇലക്ഷൻ വരുന്നു, പുതിയ മിനിസ്ട്രി വരുന്നു. അപ്പോൾ അന്ന് ആ സമയത്ത് തുടക്കത്തിൽ ചില പ്രോജക്റ്റുകൾ കൊണ്ടുവന്നല്ലോ, ലൈഫ്, ആർദ്രം, മറ്റേത്. ഇത് ഈ പറഞ്ഞ എല്ലാ പ്രോജക്റ്റുകളുടെയും കോർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കമ്പാഷണൽ കോഴിക്കോടിനകത്ത് നമ്മൾ നടപ്പിലാക്കിയ പല പ്രോജക്റ്റുകളുടെയും വകഭേദങ്ങളാണ്. ലൈഫ് ശരിക്കും അവിടെ നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യാനിരുന്ന പ്രോജക്റ്റ്. ഇതിൻ്റെ ഡോക്യുമെൻ്റ് ഇതിലൊക്കെ ചേർന്ന് നമ്മൾ കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ കമ്മിയാവുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ KJ അൽഫോൺസ് അദ്ദേഹം മിനിസ്റ്ററായപ്പോൾ അദ്ദേഹം PS ആയിട്ട് ഞാൻ ശരിക്കും ആ ബ്രേക്ക് എടുത്തിട്ട് ഒരു സിനിമയും അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം നിർബന്ധിച്ചു സെൻട്രലിൽ അവിടെ വരണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് 2-3 തവണ ഞാനും ചോദിച്ചു ഓക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ എന്നുള്ള ഇതൊക്കെ, സെൻട്രലിൻ്റെ ഒരു എക്സ്പോഷർ നല്ലതുമാണ്. അപ്പം അങ്ങനെ അന്ന് സംഗീ പട്ടം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്ന് കുറച്ചു കാലം സംഗീപട്ടത്തിലാണ് ഓടിക്കൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്നും മുസ്ലിം ലീഗ് മാത്രമേ എനിക്കിനി കിട്ടാൻ ബാക്കിയുള്ളൂ. പക്ഷേ MK മുനീർ സാറുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. അവിടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കോഴിക്കോട് അങ്ങനെ കുറേ വർക്ക് ചെയ്തിരുന്നു. എൻ്റെ 3ാമത്തെ പുസ്തകം ശരിക്കും പബ്ലിഷ് ചെയ്ത ഒലിവ് പബ്ലിക്കേഷൻസാണ്, മുനീർ സാറിൻ്റെയാണ്. അത് ആരും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഒരു പക്ഷേ ലീഗിൻ്റെ പട്ടം കൂടെ കിട്ടേണ്ടതുണ്ട്. അല്ല തമാശക്ക് ഒരു പോയിന്റ് പറയേണ്ടത് എന്താണെന്നറിയാം, വ്യക്തികളെ അവരുടെ കണ്ടന്റിനോട് അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വളരെ എളുപ്പമാണ് ഇങ്ങനെ ചാപ്പ കുത്താനാണ്. ചാപ്പ കുത്തിയിട്ട് ഇത്രയും ചാപ്പകൾ എനിക്ക് ഈ 10-18 വർഷത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് എന്തുമാത്രം പത്തറ്റിക് ആണ് നമ്മുടെ ഒരു ചിന്താശേഷി ഇല്ലായ്മ എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കണ്ടന്റ് ശ്രദ്ധിക്കുന്നതിന് പകരം എന്താണ് ഒരാൾ പറയുന്നതെന്ന് കേൾക്കുന്നതിന് പകരം ആരാണ് പറയുന്നതെന്ന് ആദ്യം തന്നെ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതാരും കേൾക്കില്ലല്ലോ. അപ്പോൾ കേൾക്കാതാക്കാൻ വേണ്ടിയാണോ എന്ന് പോലും പലപ്പോഴും എനിക്ക് തോന്നുന്നു. കാരണം അവൻ പറയുന്നത് കാര്യമാണ്. അപ്പോൾ അത് കേൾക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവൻ മറ്റേതാ, അവൻ മറിച്ചതാ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടന്റ് കേൾക്കില്ലല്ലോ, അല്ലെങ്കിൽ ആൾക്കാരെ എതിർത്ത് വിടാമല്ലോ. ഇറ്റ്സ് ആക്ച്വലി സാഡ്. ലാസ്റ്റ് ഒരു ചോദ്യം കൂടി, മാടമ്പള്ളിയിലെ ചിത്തരോഗി പിന്നെ എന്താ കർഷകനല്ലേ സാറെ കളവറിക്കാൻ ഇറങ്ങണ്ടേ, ഈ IAS എനിക്ക് ഓണ ഫ്രീ കിറ്റിൽ കിട്ടിയതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാസ് ഡയലോഗുകൾ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പലരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും, പല കളക്ടർമാരും. താങ്കളിലൂടെ അത് കേൾക്കുമ്പോൾ പലർക്കും പുറമേ കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ വലിയ സന്തോഷമായിരിക്കും. എന്നെ അതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഒന്ന്, ഈ കോഴിക്കോട് MP ആയിരുന്ന രാഘവൻ ആ MP-യോടുള്ള താങ്കളും MP-യും തമ്മിലുള്ള ഒരു തുറന്ന പോര്. അതിലും അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടി അമ്മയോട് അവരുടെ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്ന കമന്റിൽ ഹൂ ഈസ് ദാറ്റ് എന്ന് ചോദിച്ചത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു വളരെ മിസ്അണ്ടർസ്റ്റാൻഡിങ്. കാരണം ഈ ഡോക്ടർ ജയതിലകമായിട്ടുള്ള വിഷയം ആണ് പോസ്റ്റിൽ ഉള്ളത്. അതിൻ്റെ താഴെ ഏതോ ഒരാൾ വന്നിട്ട് ആണ് കമൻറ്റ് ചെയ്യുന്നത് ഈ മെഴ്സിക്കുട്ടിയുടെ കമൻറ്റ്, അങ്ങനെ എന്തോ ഒരു സാധനം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആ സമയത്ത് ഫോളോ ചെയ്യുന്നുമില്ല എന്താണ്
മാത്രമല്ല ഈ ഡോക്ടർ ജയതിലകിന്റെ വിഷയത്തിൽ ആരാണിത്, എന്താ അതിനകത്ത് കാര്യമൊന്നും എനിക്ക് മനസ്സിലായില്ല, ഇപ്പോഴും എനിക്കറിയില്ല. അപ്പം അവര് വളരെ പ്രായമുള്ള ലേഡിയാണ്, പൊളിറ്റിക്സിൽ വളരെ പ്രഗത്ഭയാണ്. ഞാൻ അവരെ ഇതുവരെ പേഴ്സണലി മീറ്റ് ചെയ്തിട്ടില്ല, അവരും എന്നെ ഇന്നവരെ കണ്ടിട്ടില്ല. വ്യക്തിപരമായിട്ട് എന്നോട് വല്ല വിരോധം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഐ റെസ്പെക്ട് ഹെർ അലോട്ട്. ഏതൊരു പൊളിറ്റീഷ്യനെ റെസ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ട്. ഇനിയും എൻ്റെ മിനിമം പോയിന്റ് ഇതാണ്, ഇപ്പോൾ ഞാൻ ഇവിടെയുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നോ, ഇപ്പോൾ ഹൂ ഇസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും സ്ക്രൂട്ടിനി ഉണ്ടല്ലോ, ഹൂ ഇസ് ദാറ്റ് എന്ന് പറയാൻ ഇവൻ ആരിടാ? ഇതൊക്കെ എന്തുവാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ പറയാൻ, ഇനി ശരിക്കും അങ്ങനെ പറയാനാണെങ്കിൽ എനിക്ക് അതിന് അവകാശമൊക്കെ ഉണ്ട്. ഇത് ഒരു ജനാധിപത്യമാണ്, ഇവിടെ ആൾക്കാർക്ക് സംസാരിക്കാനുള്ള ഫ്രീഡവും സ്വാതന്ത്ര്യമുണ്ട്. ഇത് പലരും ധരിക്കുന്ന മാതിരി ഇത് ഈ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് മാത്രം അങ്ങ് കുത്തക കൊടുത്തിരിക്കുന്നതൊന്നുമല്ല, എല്ലാവരുടെയും കൂടെയാണ് ഈ നാട്. അപ്പോൾ എൻ്റെയും കൂടെയാണ്. എനിക്കും ഇവിടുത്തെ എന്താ പറയുക, ഇവിടെ ശ്വസിക്കാനും ഇവിടെ സംസാരിക്കാനും ഇവിടെ ജീവിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അത് ഭരണഘടന തരുന്നുമുണ്ട്. അത് ചിലരുടേത് മാത്രമാക്കി മാറ്റാൻ പറ്റില്ലല്ലോ. അതെ. ഒരു കാര്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എപ്പോഴെങ്കിലും ഈ ഭരണ സംവിധാനങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് ജീവൻ തന്നെ, ഇതൊരു ചോദ്യവും ഇത് പ്രസക്തമാണോ എന്ന് എനിക്കറിയില്ല. കാരണം ADM നവീൻ ബാബുവിൻ്റെയൊക്കെ ജീവിതം നമ്മുടെ മുന്നിൽ തുറന്ന പുസ്തകമാണ്. ഒരു അവഹേളനത്തിൻ്റെ പേരിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഏറ്റവും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ, ജനങ്ങൾക്ക് ഇനിയും ഒരുപാട് സേവനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കൈപ്പറ്റേണ്ടതുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരു നിമിഷം കൊണ്ട് ആ അവഹേളനം സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ ഭരണ സംവിധാനങ്ങൾ ഒന്നടങ്കം വേട്ടയാടുന്ന ഒരാളാണ് കളക്ടർ ബ്രോ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും അത്തരം ഒരു ചിന്താഗതി എവിടെ കൂടെയെങ്കിലും മിന്നിമാഞ്ഞു പോയിട്ടുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, നമ്മൾ ഈ സർക്കാർ സംവിധാനത്തിനകത്ത് എല്ലാവരും വേട്ടയാടുന്നു അങ്ങനെയൊന്നും എനിക്ക് തോന്നലൊന്നുമില്ല. ആക്ച്വലി സർക്കാർ സംവിധാനത്തിനകത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ അകത്തും എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരും സുഹൃത്തുക്കളുണ്ട് എന്നുള്ളത് അറിയുമ്പം സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. കാരണം എല്ലായിടത്തും നല്ല ആൾക്കാരുണ്ട്, നന്മ ആഗ്രഹിക്കുന്നവരുണ്ട്, ശരി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ അവരെല്ലാവരും അതാത് സംഘടനകളിലോ അല്ലെങ്കിൽ സ്ഥലത്തോ ഏറ്റവും ശക്തരാവണമെന്നില്ല. അതെപ്പോഴും അങ്ങനെയാണ്. പണ്ട് BK നെഹ്റുവിൻ്റെ ഒരു പുസ്തകമുണ്ട്, നൈസ് ഗൈസ് ഫിനിഷ് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട്. നൈസ് ഗൈസ് ഫിനിഷ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് നന്മയുള്ളതുകൊണ്ട് അവർക്ക് ഒന്നാമത് എത്താൻ പറ്റില്ല. എല്ലാവർക്കും അത്രയ്ക്ക് ആ ഒരു ഇതില്ല, ആ സ്പിരിറ്റില്ല, വെട്ടിത്തള്ളാനുള്ള ആ ഒരു സ്പിരിറ്റില്ല. അതേ കാര്യം തന്നെയാണ് ഈയിടെ മലയാളത്തിൽ ഇറങ്ങിയ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സിനിമയാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞത്. അതെ, വിനീത് ശ്രീനിവാസന്റെ ആ ചിത്രത്തിൽ അതിൻ്റെ സംവിധായകനും രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സിനിമയിലെ ഒരു പോയിന്റും ഉണ്ട്, ഇത് ആത്യന്തികമായ നന്മ ഒരു പക്ഷേ ഓവറോൾ എല്ലാം വരുമായിരിക്കും, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല എപ്പോഴും റിസൾട്ടും. ഈ നമ്മൾ കാണുന്ന ഏറ്റവും വിജയിച്ച് വെന്നിക്കൊടി പാറിച്ച് നിൽക്കുന്ന ഓരോ മേഖലയിലുള്ള ആൾക്കാർക്കും ഒരു പാസ്റ്റ് ഉണ്ടാവും, അവരുടെ ഒരു പ്രസൻറ്റും ഉണ്ടാവും. അവർ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല യഥാർത്ഥത്തിൽ. അത് ഞങ്ങൾക്ക് അറിയാം. ഗവൺമെൻറ് അകത്ത് വർക്ക് ചെയ്യുമ്പോൾ 10-18 വർഷം വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് അത്യാവശ്യം അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിരാശപ്പെടാനോ, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിരാശപ്പെടാനൊന്നുമില്ല. സിസ്റ്റത്തിനകത്ത് ഈ ഫെയർനെസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതൊക്കെ ഉറപ്പുവരുത്താനാണ് ഇവിടെ നിയമം അല്ലെങ്കിൽ ഭരണഘടന, അതിൻ്റെ കീഴിലുള്ള നിയമങ്ങളൊക്കെ. ഇത് നിയമങ്ങൾ അനുസരിക്കാൻ ഉദ്യോഗസ്ഥർ മാത്രമല്ല സർക്കാരും ബാധ്യസ്ഥരാണ്. കാരണം സർക്കാരിനും കൂടെയാണ് ഇത്. കാരണം ഈ നിയമത്തിലൂടെ മാത്രമേ സർക്കാരിന് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നിയമത്തെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വേണം എല്ലാ തരത്തിലും. ഇപ്പോൾ IAS ഉദ്യോഗസ്ഥരിൽ തന്നെ മുകളിൽ തൊട്ട് താഴെ വരെ വേണം. ഓരോ തവണയും നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി, ഓരോ തവണയും നമ്മൾ തെറ്റായ തീരുമാനം എടുക്കുമ്പോഴാണ് കോടതി ഇടപെടുന്നത്, ജുഡീഷ്യറിക്ക് ഇടപെടേണ്ടി വരുന്നത്. അപ്പോൾ എത്ര തവണ സർക്കാർ, അതായത് ഞങ്ങൾ ഉദ്യോഗസ്ഥരെടുക്കുന്ന തീരുമാനങ്ങൾ എത്ര തവണ കോടതി തിരുത്തുന്നു എന്ന് നോക്കിയാൽ അറിയാം നമ്മൾ എത്രമാത്രം നിയമത്തോട് ചേർന്ന് നിൽക്കുന്നു. പല തവണ പലപ്പോഴായിട്ട് കോടതികൾക്ക് ഇടപെടേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ നിയമ സംവിധാനത്തെ അവഹേളിക്കുന്ന രീതിയിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ്, അല്ലേ? അതാണ് ഒരു ബാരോമീറ്റർ. ഇപ്പം അത് എപ്പോഴും ടെൻഡൻസി എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കും. ഒന്നും കുഴപ്പമൊന്നുമില്ല, നിയമമൊന്നും നമുക്ക് ബാധകമല്ല, ഞാൻ എന്തും ചെയ്യും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പലപ്പോഴും സിസ്റ്റത്തിനകത്ത് വരാറുണ്ട്. അവരൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പം സെറ്റാവുകയും ചെയ്യും. അവരെയൊക്കെ ഈ സിസ്റ്റം എന്താ പറയുക, ഭരണഘടന ഇതൊക്കെ ആത്യന്തികമായിട്ട് ഇറ്റ് വിൽ വർക്ക്. അതിനകത്ത് പ്രൊവിഷൻസ് ഉണ്ട്. ഇപ്പം അവരെയൊക്കെ നിലക്ക് നിർത്തുന്ന രീതിയിൽ തന്നെ ആത്യന്തികമായിട്ട് വരും. ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം.
ഈ പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥർ പലർക്കും ഒരു തരത്തിലും ആ ഒരു സപ്പോർട്ട് ചില സമയത്ത് കിട്ടാതെ പോകും. കാരണം എല്ലാവരും ഒരുപോലെ അല്ല, എല്ലാവർക്കും മനക്കെട്ടി ഒരുപോലെ ഉണ്ടാവണമെന്നില്ല, എല്ലാവർക്കും എല്ലാവരുടെ സാഹചര്യങ്ങൾ ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ വീട്ടിൽ സപ്പോർട്ട് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ചുറ്റുപാടും സൗഹൃദങ്ങൾ അങ്ങനെ ഉണ്ടാവണമെന്നില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ വൾണറബിളായി പോകുന്ന ആൾക്കാരുണ്ട്. അത് തിരിച്ചറിയാതെ വളരെ ക്രൂരമായിട്ട് ഈ തെറ്റ് തന്നെ ചെയ്ത് അവരെ പുറത്ത് അടിച്ചേൽപ്പിക്കുമ്പം ദേ ഫീൽ അപ്സെറ്റ്. കാരണം ഇത് എന്തൊരു ലോകമാണെന്ന് അവർ വിചാരിച്ചു പോകില്ലേ? ഇവിടെ നീതി ന്യായം ഒന്നുമില്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നൊക്കെ അവർക്ക് തോന്നില്ലേ? അത് ഏതെങ്കിലും രീതിയിൽ അവർക്ക് പറഞ്ഞേ പറ്റുള്ളൂ, അവർക്കത് പ്രതികരിച്ചേ പറ്റുള്ളൂ. അത് ഒരു ആത്മഹത്യയോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ പോകുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് നമ്മൾ പരമാവധി അത് തുറന്ന് പ്രതികരിക്കുക എന്നുള്ളതാണ്. തുറന്ന് പ്രതികരിക്കുക, ആ നാട്ടുകാരും എല്ലാവരും അറിയുന്ന രീതിയിൽ തന്നെ അത് പൊതുജന സമക്ഷം വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലേ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. കാരണം ഇന്ന് വിവരാവകാശത്തിൻ്റെ കാലം കൂടല്ലേ, പീപ്പിൾ നോ. അതെ. ഒരു കാര്യം കൂടി, ഈ സസ്പെൻഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡെപ്യൂട്ടേഷനിലേക്ക് കേന്ദ്രത്തിലേക്ക് പോകാൻ എന്തെങ്കിലും ആലോചന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഉടനെ അങ്ങനെ ചിന്തയൊന്നുമില്ല. കാരണം ആക്ച്വലി ഒരു 2 വർഷം മുമ്പ് ഒരു US യൂണിവേഴ്സിറ്റിയിൽ PhD ഫുൾ സ്കോളർഷിപ്പിൽ അഡ്മിഷനൊക്കെ ആയതായിരുന്നു. അന്ന് ഞാൻ പോകാൻ നിന്നതുമാണ്. പക്ഷെ അന്ന് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ആ സമയത്ത് വന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നും ഞാൻ കേരളത്തിൽ തന്നെ നിൽക്കാൻ പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തരും പ്രയോറിറ്റി, ഞാൻ ഒരു മകനാണ്, അപ്പോൾ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ്. പിന്നീട് എപ്പോഴെങ്കിലും സെൻട്രലിൽ പോകുന്നത് മുമ്പും ആക്ച്വലി ഞാൻ തിരിച്ചു വന്നത് അന്നും പറഞ്ഞോട്ട് ഫാമിലി ഹെൽത്ത് അങ്ങനെ പ്രയോറിറ്റീസ് വെച്ചിട്ടാണ്. നമുക്ക് ഓരോരുത്തർക്കും പ്രയോറിറ്റി ഉണ്ടല്ലോ. ഞാൻ വളരെ അഗ്രസീവായിട്ടും എന്താ പറയുക, അല്ലെങ്കിൽ അംബീഷൻ ഇന്നതാവണം അങ്ങനെയൊന്നും ചിന്തിച്ചു കൂട്ടുന്ന ആളും അല്ലാത്തതുകൊണ്ടും കൂടെ എനിക്ക് അങ്ങനെ വലിയ അംബീഷനൊന്നുമില്ല. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ അന്നേരം നോക്കാം, വരുന്നിടത്ത് വെച്ച് നോക്കാം. സാറേ, താങ്കളോട് സംസാരിച്ചപ്പോൾ കുറച്ചുകൂടി മോട്ടിവേഷൻ കൂടി എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ കണ്ടതിൽ കളക്ടർ ചില്ലാണ്, കൂളാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഒരു സസ്പെൻഷനൊക്കെ ഇത്രയും ഹാപ്പി ആയിട്ട് കാണുന്ന ഒരാളിനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അധികം പബ്ലിസിറ്റി കൊടുക്കണ്ട, പിന്നെ തിരിച്ചെടുത്ത് കളയും. അല്ല, എനിക്കും എന്താ പറയുക, ഇപ്പോഴത്തെ യുവ തലമുറകളോട് പറയാനുള്ളതാണ്, TV-യുടെ റിമോട്ട് തന്നില്ലെന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നവരോ, അല്ല അച്ഛൻ കളിക്കാൻ വിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നല്ലോ, പ്രണയ നൈരാശ്യം മൂലമൊക്കെ ആത്മഹത്യ ചെയ്യുന്നവരും ഒക്കെ ഇടയ്ക്ക് കളക്ടർ ബ്രോയുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാൽ മതി. നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് കുറച്ചുകൂടെ നമുക്കൊരു പവർ കിട്ടുന്നത് പോലെയൊക്കെ തോന്നും. നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ ആത്മഹത്യ എന്നൊക്കെ പറയുമ്പോഴേ തൊട്ടേനും പിടിച്ചതിന് ഇത് ശരിക്കും ലൈഫ് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ? നമുക്ക് ആകെ 36,000 ദിവസമേ സത്യത്തിൽ ജീവിക്കാനുള്ളൂ ടോട്ടൽ. ശരിക്കും അത്രേ ഉള്ളൂ, 36,000 ദിവസമേ ഉള്ളൂ. അതിൽ തന്നെ നമ്മളെല്ലാം പകുതിയോ അറിയില്ല അതിൽ കൂടുതൽ തീർന്നു കഴിഞ്ഞാണ്. ഈ ബാക്കിയുള്ള ദിവസം ഓരോന്നും വർത്ത് ലിവിങ് ആക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ ഈ സസ്പെൻഷൻ, പിച്ചി, മാന്തി, ഹൗ ഡസ് ഇറ്റ് മാറ്റർ? ആ ലൈഫിൽ ആ ഒരു ദിവസം ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആക്കുക, ഏറ്റവും നമുക്ക് റിവാർഡിങ് ആക്കി മാറ്റുക. പിന്നെ ചുറ്റുമുള്ളവർക്ക് ഏറ്റവും റിവാർഡിങ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ആകുമ്പോഴാണ്, ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുമ്പോഴാണ് സത്യത്തിൽ അതൊരു വർത്ത് വൈൽ ലൈഫായിട്ട് മാറുന്നത്. അതിന് നോക്കുക. ഓക്കെ സാർ, താങ്ക് യു. മീഡിയ മലയാളത്തോടൊപ്പം ഇത്രയും നേരം സമയം ചെലവഴിച്ചത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.